എനിക്കൊരാശ്വാസമായി നീയും, നിനക്കൊരാശ്വാസമായി ഞാനും. പോരാ. നമ്മുടെ ദാമ്പത്യം മനോഹരമാവാൻ നിനക്കെന്നെയും എനിക്ക് നിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ ഈ സമ്മാനം എപ്പോഴും കൂടെ കൂട്ടുക. ഹാപ്പി ആനിവേഴ്സറി. വിശ്വസിക്കോ? ഭാവമൊക്കെ ഡയലോഗ് അത്ര നാച്ചുറലാണ്. സുരഭിലം എന്നാക്കാം. അപ്പ നാച്ചുറലാവും. ये तूने क्या किया नंब्यार? ഹലോ, KKC എന്റർപ്രൈസസ്, പറയൂ സാർ. ഡോ, ഇത് വീണ്ടും പൊട്ടിപ്പോയി. അത് പൊട്ടിച്ചാ സാർ? അതൊരു പ്രസ് ഫിറ്റ് പരിപാടിയാണ്. ഞെക്കിയാ മതി. സാർ ശരിയായോ? KKC എന്റർപ്രൈസസിലേക്ക് വിളിച്ചതിന് നന്ദി. മേ ഐ അസിസ്റ്റ് വിത്ത് യു സംതിങ് എൽസ് സാർ? അല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഫുൾ ടൈം ഇതുകൊണ്ട് നടക്കുമോ? അല്ല, നല്ല ട്രാക്ക് ചെയ്യാൻ പറ്റും സാർ. ടെക്നിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാനത് പരിഹരിച്ചു തരാം. അല്ലാതെ സാറിൻ്റെ ഭാര്യ ഇത് ഫുൾ ടൈം കൊടുക്കൊണ്ട് നടക്കോ, ഇതുമൂലം സാറിന് സാറിൻ്റെ ഭാര്യമേലുള്ള സംശയം, സോറി, ദുർനടപ്പ് അവസാനിക്കോ എന്നൊന്നും ഞാനോ എൻ്റെ ടീമോ ഓരോറൊപ്പം ഒരു കസ്റ്റമറിനും കൊടുക്കാറില്ല സാർ. ബൈ ദ ബൈ, സാറിൻ്റെ ഭാര്യ അത്ര സുന്ദരിയാണോ? അതെ, അധികം കളിച്ചാലേ ബ്രൗൺ ഷുഗർ കേസ് മേ അന്തർ ഡാലേ കസാലേ. ജാമ്യം കിട്ടാത്ത വകുപ്പാക്കി പൂട്ടിക്കളയും ഞാൻ. KKC എന്റർപ്രൈസിലേക്ക് വിളിച്ചിട്ട് നന്ദി സാർ. ശുക്രിയ. ഈ സംശയരോഗം മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് പക്ക സൈക്കോ. മടുത്തെനിക്ക്. മിക്കവാറും ഞാൻ വല്ലവൻ്റെ കൂടി ഒളിച്ചോടി പോകും. നീ എന്തിനാ വല്ലവൻ്റെ കൂടെ പോന്നെ? കൊച്ചിയിലേക്കല്ലേ പോണേ? അവിടെ നിന്റെ എക്സിരിപ്പില്ലേ? ബെസ്റ്റ്. ആ കാട്ടുകോഴി നിന്റെ പട്ടിക്ക് വേണം. അങ്ങനൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. അവനെ മിസ് ചെയ്യുന്നു, ആ ലൈഫ് മിസ് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. അതൊക്കെ ഒരു കാലം. വളരെ വൈബ്. നീ വന്നിട്ട് വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഒരു മിനിറ്റ്. എന്താ? സ്ട്രെച്ചിങ് രാവിലെ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന്. ഇപ്പൊ ഓക്കെ, മനസ്സിലായി. ക്ലോസ് യുവർ ഐസ്. എന്തിന്? വേണ്ട. ഹാപ്പി ആനിവേഴ്സറി. ഓപ്പൺ. നമ്മുടെ ദാമ്പത്യം എന്താ? ഇത് ബാഗിൽ വെച്ചോ. നല്ലതാ, ബാഗിൽ തന്നെ വെക്കണം, അപ്പോഴാ നല്ലത്. യു നോ, ഫോർ അവർ പ്രോസ്പെരിറ്റി. പ്യാർ കെ ലിയേ. ഞാൻ വെക്കണോ? വേണ്ട, ഞാൻ വെച്ചോളാം. പിന്നെ എന്തെങ്കിലും? പിന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്. അല്ല, ആരാന്ന് നോക്കാൻ പറഞ്ഞു. ആര്? അവര് ആരാ? പത്താനഹിയ. അതാരി? ഞാനാടാ പത്താനഹി. നീയാണോ പത്താനഹി? ഞാൻ തന്നെയാണ് പത്താനോ. ഇതാരാളത്? ഇയാളെന്റെ ലുങ്കിയാണ് കൊടുത്തിരിക്കണത്. ഇത് ഇവന്റെ അകന്നൊരു ബന്ധുവാ. പേര് മസ്താംബായി. അതേത് ബന്ധു? അതാരാ നിനക്ക്? ഞാൻ അറിഞ്ഞൂടാത്തൊരു ബന്ധു. ആരത്? അത് സാറയുടെ പപ്പയാണെന്ന് പറഞ്ഞ് ഞാൻ ഈ കോഫി ഷോപ്പിൽ നിന്ന് ആള് മാറി വിളിച്ചിട്ട് വന്ന പുതിയ മെമ്പറാ. മെസ്സി ഫാനാ. എടാ, നിനക്കൊന്ന് വേറെ പണിയില്ലേ? ആ താഴെയുള്ള വേട്ടാവളയന്മാരെ പറഞ്ഞുവിടാൻ തന്നെ ഒന്ന് കഷ്ടപ്പാടാണ്. അപ്പോഴാണ് പുതിയ അഡ്മിഷൻ. മിസ്റ്റർ യേശുക്രിസ്തു, ഈ വർഷം ഞങ്ങൾ അഡ്മിഷൻ ഒന്നും പുതിയത് എടുക്കണില്ല. പോയിട്ട് അടുത്ത വർഷം വാ. ഓക്കെ? എടാ സാമേ, നീ എന്തോടെ കാണിക്കുന്നത്? പുള്ളിയുടെ സാധനം കിട്ടി കഴിഞ്ഞാൽ പോക്കോളൂല്ലേ? ഇനി അതല്ല, നിനക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നീ അത് പറ. എല്ലാം കഴിഞ്ഞു പോയടാ എന്റെ ഓൺ സൈറ്റ് പ്ലാൻ. എടാ, അമേരിക്കയിലെ അമ്മാവൻ റിച്ച് ആണ്, സിംഗിൾ ആണ്, ബാച്ചിലർ ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ മസാല കയറ്റി അങ്ങ് തള്ളി മറിച്ച്. എന്നിട്ട് സാം, ഒരു വീഡിയോ കോൾ ആണെങ്കിലും കുഴപ്പമില്ല. സാമിന്റെ അമ്മാവനെ എനിക്കൊന്ന് മീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിന്റെ വാതിക്ക് വരെ തിരിച്ചു വരേണ്ടി ഒന്നുമില്ല. ഞാനാണെങ്കിൽ സങ്കടത്തിൽ റിസൈൻ ഇട്ടേരെ. അല്ല, എന്റെ സങ്കടം ഇവന്റെ ചാൻസ് മിസ്സായാലല്ല, ഈ നറുക്കൂടിയ സതീഷിന് കിട്ടുന്ന ആലോചിക്കുമ്പോഴാ. സതീഷ്
മുടക്കണം. ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അമ്മാവനെ